വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഇന്ന് നമ്മൾ രാത്രി കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. നാളെയും മറ്റന്നാളെയും മാച്ചുവിനെ കാർ റേസിൻ്റെ ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചെറുതിലേ നമ്മൾ ആ മാച്ചുവിന് പറഞ്ഞാൽ കാർ കളക്ഷൻ ഭയങ്കര ക്രേസാണ്. അങ്ങനെ കാർ കളക്ട് ചെയ്ത് ഇപ്പോൾ കാർ റേസിങ്ങിനോട് കൂടി താല്പര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാശുണ്ട് മാച്ചുവിൻ്റെ കയ്യിൽ. ഒരു റൂമിൽ മുകളിൽ ഒരു റൂം നിറച്ചുണ്ട്. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഇവ ഒറ്റയ്ക്ക് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്താണ് മുഴുവൻ കാർ ഇങ്ങനെ ഈ ഒരു ബെഡിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അവൻ കാണാതെ ഞാൻ വന്നതാണ്. ഇവിടെ ഒരാളും കയറ്റലില്ല. ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് ഓടുന്നതുകൊണ്ട് എല്ലാ സമയം ഇവനിത് അടച്ചു വെക്കലാണ്. പിന്നെ അതുമാത്രമല്ല അവൻ്റെ കളക്ഷൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. ഈ സൈഡിലുള്ള സംഭവങ്ങളെല്ലാം കണ്ട ഇതെല്ലാം ഇവൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ബോർഡൊക്കെ വാങ്ങിച്ചിട്ട് അത് അപ്പുറത്തെ സൈഡിലാണെന്ന് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂസ് ഉണ്ടാകുക. എന്താണ്ട ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. ഇത് ഇപ്പം അടുത്തുണ്ടാക്കിയതാണ്. ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഇപ്പോഴാണ് കറക്റ്റായിട്ട് കാണുന്നത്. ഫാൻ ഇടാണ്ട് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുള്ളൂ. അത്രയും ചൂടാണ്. ഇവിടെ മുകളിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറുമുണ്ട്. ഞാൻ പൊതുവെ പകലൊന്നും കയറില്ല. കയറുമ്പോൾ ഞാൻ ഇങ്ങനെ ചൂടെടുത്ത് വിളിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ മാച്ചുവിൻ്റെ കളക്ഷൻസൊക്കെ? അടിപൊളിയല്ലേ? പിന്നെ അടുത്ത പരിപാടി എന്താ പറഞ്ഞാൽ പിന്നെ ചെടിക്കെല്ലാം വെള്ളം നനച്ചു കൊടുക്കണം. 2 ദിവസം നമ്മളില്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ മൊത്തം പിന്നെ വെള്ളം ഒഴിച്ച് അതിനെ സെറ്റാക്കിയിട്ട് വിടണം. ഞാൻ പൊതുവെ 2-3 ദിവസത്തേക്കല്ല, അതായത് 2 ദിവസത്തിൽ കൂടുതലായിട്ട് പോകുന്നതാണെങ്കിൽ പിന്നെ ഇവിടെ ആളെ വെച്ചിട്ടാണ് പോക്ക്. 2 ദിവസത്തേക്കാണെങ്കിൽ പിന്നെ ഇന്ന് നല്ലോണം നനച്ചിട്ട് അങ്ങ് വിടും. 2 ദിവസം കുഴപ്പമില്ലാണ്ട് പോകും. പിന്നെ മറ്റന്നാൾ വന്നപ്പാട് വീണ്ടും നനക്കണം. നമ്മൾ ബാഗൊന്ന് റെഡിയാക്കണം. അങ്ങനെ ഒരുപാട് സാധനമൊന്നുമില്ല. ഒറ്റ ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നത്തെ യാത്ര ബൈക്കൊന്നുമല്ല ട്രെയിനിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രി പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ നാളെ രാവിലെ എത്തും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡ്രസ്സ് തന്നെ നാളേക്ക് മതി. അപ്പോൾ പിന്നെ രാത്രി ആയാലും ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയും പിന്നെ മറ്റന്നാളേക്കുള്ള ഒരു ഡ്രസ്സ് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. നമ്മൾ കാർ എടുത്തിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ ഉമ്മാനൊന്ന് പൂക്കാക്കാനടുത്ത് കൊണ്ടുവിടണം. കാരണം 2 ദിവസത്തേക്ക് ആയതുകൊണ്ട് ഉമ്മ ഇവിടെ നിൽക്കുന്നില്ല. എന്നോട് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുവിട്ടേന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഉമ്മാനെ കൊണ്ടുവിട്ടിട്ട് നേരെ ഇതിപ്പം പാലത്തിൻ്റെ മേലെ എത്തി. സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പകലെല്ലാം ആണെങ്കിൽ ഇതിലൂടെ പോകാമെങ്കിൽ അത്രയും റഷാണ്. ഇതെങ്ങനെ നമ്മളെ കണ്ണൂർ സ്റ്റേഷനിലെത്തി. പിന്നെ ആദ്യം വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ടാണ്. അപ്പം അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം വന്നിട്ട് നമുക്ക് ടിക്കറ്റെല്ലാം ഓൾറെഡി എടുത്തതാണ്. അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഒരു ചായ കുടിക്കാൻ വേണ്ടി. ഉറക്കം വരുന്നു. സമയം 12:30 ആയി. ഉറങ്ങേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. മാച്ചുവിന് പിന്നെ പ്രശ്നമൊന്നുമില്ല. അവന് രാവിലെ എത്ര മണിക്ക് എണീച്ചേ? നീ എത്ര മണിക്കായിട്ട് എണീച്ചേ? 8:30 എണീച്ച് തന്നെ രാവിലെ എണീച്ചുകൊണ്ട് ഉറക്കം നല്ലോണം വരുന്നുണ്ട്. 2 ദിവസം ഇവിടെ കാറ് വെക്കാൻ വേണ്ടി 330 രൂപയാണ് ആയത്. 1:45 പിന്നെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കണ്ണൂർ എത്തുന്നത്. ഇതാ കോച്ച് പൊസിഷൻ നോക്കിയിട്ട് പോകാനോ. നമ്മളത് A1 ആണ്. A1 നോക്കിയാൽ A1 6. സ്റ്റേഷനിലെത്തിയ ഉടനെ 2 ബോട്ടിൽ വെള്ളവും വാങ്ങി. പിന്നെ ഒരു ചായയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അതാ ഒരുപാട് ഹലുവ അല്ലെങ്കിൽ പല കളറിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം സ്റ്റേഷനിലും നമ്മൾ കാണുന്ന കാഴ്ച തന്നെയാണ്. പിന്നെ സ്നാക്സൊക്കെ വേണമെന്നൊക്കെ മാച്ചിനോട് ചോദിച്ചു. പക്ഷെ അവനൊന്നും വേണ്ട. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കോയമ്പത്തൂരെത്തിയവൻ. ആ ഒറ്റ വിചാരം മാത്രമേ മാച്ചുവിനുള്ളൂ. അങ്ങനെ വെള്ളവും വാങ്ങിച്ച് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇരുത്താൻ തുടങ്ങി. ഇനി ഏകദേശം 1:45 വരെ നമ്മൾ ഇരിക്കണം. പൊതുവെ ഇടങ്ങ് പോകാനിറങ്ങിയാൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ ഇന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഹെൽമെറ്റിൻ്റെ കവർ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ ഇരുത്തം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. ഇനി പിന്നെ ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് കഴിയുമ്പോഴേക്ക് വണ്ടി വരും. കറക്റ്റ് ചെയ്ത് നിർത്തിക്കാം. മക്കറിക്കാം. നമുക്ക് 2 അപ്പർ ബർത്താണ് കിട്ടിയത്.
പൊതുവേ നമ്മൾ പിന്നെ നമ്മളെ വണ്ടി തന്നെ എടുത്ത് പോകുന്നതുകൊണ്ട് ഈ ട്രെയിനിൽ പോക്കെല്ലാം ഞാൻ കുറവ് തന്നെയാണ്. ഷിറുവിൻ്റെ കൂടെ പോകുന്നതിലാണ് ഞാൻ ഒറ്റയ്ക്ക് പോക്ക് വളരെ കുറവാണ്. ഈ ട്രെയിനിൽ ഇപ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോഴേക്ക് ഏകദേശം രാവിലെ 8 മണി കഴിയും. പക്ഷേ ശരിക്കും ഉറങ്ങാനൊന്നും പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് ഒരുപാട് ലേറ്റായി. നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഒരുപാട് ലേറ്റായി. പിന്നെ അവിടെ എത്തുമ്പോൾ എണീച്ചിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഏതായാലും വെറുതെ ഒന്ന് കിടക്കട്ടെ മക്കളെ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഗൈസ്, ഇതാ സമയം ഇപ്പോൾ 7:45. നമ്മൾ കോയമ്പത്തൂർ ഏകദേശം എത്താനായി. പക്ഷേ ട്രെയിൻ ഇപ്പോൾ നന്നായിട്ട് സ്ലോ ആക്കിയിട്ടുണ്ട്. ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ് 8:30 മണിയാകുമ്പോഴേക്ക് നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നല്ലോണം വിശക്കുന്നുണ്ട്. രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കയറി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഓടാൻ വേണ്ടി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് തുടങ്ങുമെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ലോങ് വരുന്നതല്ലേ. അപ്പോൾ അവരോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ചൊന്ന് ലേറ്റായി പോകുമെന്നുള്ളത്. അപ്പോൾ പ്രശ്നമില്ല. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയിട്ട് കാര്യമില്ല, അവിടെ എന്താ കിട്ടാവുന്നു നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലല്ല ഇതുപോലത്തെ ഒരു അണ്ടർഗ്രൗണ്ട് എപ്പോഴാണ് വരാമെന്നറിയില്ല. ഇപ്പോൾ ഒന്നുണ്ട് നമ്മളെ കണ്ണൂരിൽ താഴെ ഒരു പ്ലാറ്റ്ഫോം 3-ന്ന് 1-ലേക്ക് വരാനുള്ള ഒരു കുഞ്ഞു ഭാഗം പോലത്തെ. സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയതാണ്. പക്ഷേ ഇവിടെ ഒന്നും സാധനമൊന്നും റെഡി ആയിട്ടില്ല. കാലത്തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്താ സംഭവം. പൊതുവേ കോയമ്പത്തൂരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടലുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം കിട്ടിയത് പൂരിയും ബാജിയാണ്. ഓക്കെ, പോകലാമോ? ഫോട്ടോ അല്ല, വീഡിയോ, യൂട്യൂബ് വീഡിയോ. ഫുഡ് കഴിച്ച് നേരെ വന്നത് ഓട്ടോ അടിക്കാനാണ്. അപ്പോൾ ഇവിടെ ഊബറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഒരു പിന്നെ ചേട്ടനെ കണ്ട് ഫസ്റ്റ് തന്നെ ചോദിച്ചപ്പോൾ ചേട്ടനെ ഒക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വില വെച്ചാൽ കുറച്ചൊക്കെ നോക്കി 700 പറഞ്ഞു. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. നമ്മളവിടെ ഇറക്കമുണ്ട്, ഡ്രോപ്പ് മാത്രം ആയതുകൊണ്ട്. പിന്നെ ചേട്ടൻ തിരിച്ചു വരുമ്പോൾ ആൾക്കാരെ കിട്ടൂല എന്നെല്ലാം പറഞ്ഞ് അടിപിടിയായില്ല. അത് ചേട്ടൻ പറഞ്ഞത് തന്നെ ഓക്കെ ആക്കി. ഞങ്ങൾക്ക് 600 ഒക്കെ കുറേ പറഞ്ഞതാ. നമ്മളെ മാച്ചിക്കൂട്ടം പിന്നെ എന്താ പറയുക, വില വെച്ചാൽ നിൽക്കില്ല. അമ്മ പോട്ടെ പാവല്ലേന്ന് പറഞ്ഞ് ഞാൻ വിട്ട്. അങ്ങനെ 700 ഓക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് വിട്ട്. ഇപ്പോൾ ഇവിടുന്ന് 30 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല, 1 മണിക്കൂർ വേണമെന്ന് പറയാം. ട്രാഫിക്കൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അതിന് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തിരക്ക് തുടങ്ങുമായിരിക്കും. യെസ്, ഇപ്പോൾ കുറച്ച് തിരക്കെല്ലാം തുടങ്ങി. ഓഫീസ് ടൈം ആയില്ല, 8:30 മണി എന്നെല്ലാം പറയുമ്പോൾ. എന്നാലും ബാക്കിയുള്ള സിറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ്. റോഡ് നല്ല സൗകര്യമുള്ളതുകൊണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയപ്പോൾ മറ്റേ കോയമ്പത്തൂർ തന്നെയല്ലേ 2-ന് പോയപ്പം ആ ഒരു ഗല്ലിയിൽ കയറിയപ്പോൾ എന്ത് തിരക്കായിരുന്നു. അത് ചെറിയ റോഡാണ്, അതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ നല്ല റോഡല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ ഓട്ടോയിൽ വന്നുകൊണ്ടുണ്ടല്ലോ ഗേറ്റ് മാറിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ ഗൂഗിൾ ചേച്ചി കറങ്ങാൻ തുടങ്ങി. അങ്ങനെ തൊട്ടപ്പുറത്തെ ഗേറ്റിൻ്റെ അടുത്ത് കയറി നോക്കുമ്പോൾ അവിടെ ഒരു സ്കൂളാണ്. പിന്നെ അവർ വേറെ കുറച്ച് മുന്നോട്ട് നടന്നു നോക്കുന്നതാണ്. അങ്ങനെ നടന്ന് ഇതാ നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗേറ്റ്. നമ്മൾ സ്വന്തം വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ ഇപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ടാവും. ഇതിപ്പം വേറെ വണ്ടി ഓടിച്ചിട്ടെല്ലാം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും അവർ ഗേറ്റിൻ്റെ അടുത്തെല്ലാം മുട്ടിട്ട് അങ്ങ് പോകും. പിന്നെ നമ്മളിങ്ങനെ നടക്കണം. പിന്നെ രാവിലത്തെ ഒരു നടത്താണ് ഓക്കെ. പക്ഷേ ഈ ലഗേജും കൊണ്ടല്ലേ നടത്തണ്ടല്ലോ, ഒരു വല്ലാതെ പണിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തേനേക്കാൾ നമ്മുടെ നാട്ടിലാണെന്ന് ഏറ്റവും കൂടുതൽ ചൂട്. അതന്നെ, കേരളത്തിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് കണ്ണൂർ ഭയങ്കര ചൂടാണ്. ഉച്ച സമയം ആവണ്ട, ഒരു 9:30. ഇന്നലെ 9:30 ഇവൻ്റെ സ്കൂളിലെല്ലാം പോകുമ്പോൾ എന്ത് ചൂടാന്നറിയാം. 300 മീറ്റർ നടക്കണ്ട്. ഡേർട്ട് റേസിൻ്റെ അതങ്ങനൊരു വണ്ടി വരുന്ന. നമ്മൾ നടന്ന് വരുന്നത് കണ്ടിട്ട് അവിടേക്ക് വരുന്ന ഒരാൾ നമുക്ക് ലിഫ്റ്റ് തന്നിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ തന്നിട്ടില്ല, കാരണം വെച്ചാൽ നമുക്ക് അറിയാത്ത ആൾക്കാരല്ലേ. ഒരു ലിഫ്റ്റ് തരുമ്പോൾ നമ്മൾ വീഡിയോയിൽ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, അതുകൊണ്ട് ഞാൻ വേഗം ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ആ മാച്ചു ഇത് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പിന്നെ ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് വണ്ടി ഓടിക്കേണ്ടതും. പിന്നെ ഇവർ ഫസ്റ്റ് ടൈമാണല്ലോ ഇത് പിന്നെ ഈ ഒരു വണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
കുറച്ച് സമയത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും തന്നെ പിന്നെ ഇവർ ട്രാക്കിൽ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രാക്കെല്ലാം കാണുമ്പോൾ എനിക്കും ഓടിക്കാൻ തോന്നുന്നു. അത്ര അടിപൊളി ട്രാക്കാണ്. എന്തായാലും നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി സംഭവമാണ്. അങ്ങനെ ഇവർ എല്ലാവരും ഓടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം. ഞാൻ വേഗം മാച്ചുൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ട് ഞാൻ അവരോട് അറിയാം എന്നെയും കൂട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെയും കൂട്ടിയിട്ട് 2 റൗണ്ട് അടിച്ച് അടിപൊളി സംഭവമായിരുന്നു. ഓരോ ടേണിങ്ങൊക്കെ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ മാച്ചുൻ്റെ കയ്യിൽ കൊടുത്തതാണ്. എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വണ്ടിൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് എന്താ നോക്കട്ടെ. എന്തൊക്കെയാണ്? 5 ചപ്പാത്തി. ओके यस करनी है തമിഴ്നാട് സ്പെഷ്യൽ ചിക്കൻ കറി. മാസി ചോറ് അല്ലേ? വൈറ്റ് റൈസ് ആണോ? സാമ്പാറാ? ദാൽ ഓക്കെ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ഒരു അരമണിക്കൂർ പിന്നെ റെസ്റ്റ് പീരീഡ് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടങ്ങുന്നത്. ഫുഡിന് കാട്ടപ്പാടൊക്കെ നമ്മൾ രണ്ടാളും വേഗം ഓടിപ്പോയി തിന്നു അല്ലേ? കാരണം വെച്ചാൽ നല്ലോണം വിശക്കുന്നു. നമ്മൾ രാവിലെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി പോയുണ്ടായിരുന്നേ. അവിടെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയാണ്. അപ്പോൾ ആകെ അവിടെ റെഡി ആയിട്ടുള്ളത് പൂരിയാണ്. പൂരിയാണ് നമുക്ക് രണ്ടാൾക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഓരോന്ന് വെച്ചാൽ തിന്നിട്ട് ഇവിടെയൊക്കെ ഓടി വന്നതാണ്. വേറെ ഒന്നും നമ്മൾ കയ്യിലെടുത്തിട്ടില്ല. നമ്മൾ ഷുഗറും ഉണ്ടെങ്കിൽ പിന്നെ എനർജി ബാറും പിന്നെ അതുപോലെ നട്ട്സും എല്ലാ സാധനവും കരുതുന്നതാണ്. പക്ഷേ ഇന്നലെ ഷുഗർ പറയാനും മറന്നു, നമ്മൾ വാങ്ങിക്കാൻ മറന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പച്ചവെള്ളവും കുടിച്ച് ഇങ്ങനെ ഇടിയിരിക്കുക. പച്ചവെള്ളം മാത്രമല്ല, ഇവന് ഇടയ്ക്ക് എനർജി ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിന്. എന്നാലും അതൊന്നും ഒരു ഏഷ്യനേ ഇല്ല. നല്ല ചൂടാണ്. പിന്നെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലത്തെ ചൂടല്ല, പക്ഷെ ഒരു വല്ലാത്തൊരു ക്ഷീണം പിടിക്കുന്ന ചൂട്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വിയർത്ത് പോലും, ഇവിടെ വിയർത്തില്ല, പക്ഷെ ക്ഷീണം പിടിക്കുന്നത്. അപ്പം പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്. ഞാനിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വീണ്ടും പോകും. അപ്പോൾ വീണ്ടും അടിക്കാത്ത എവിടെയും മോളൊന്നുമില്ല, കുറച്ച് ദൂരെയാണ്. വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വൈകുന്നേരം ഇതിൽ കഴിഞ്ഞൊന്ന് ഫ്രഷപ്പ് ആക്കിയാലും പോകുമായിരുന്നു. പക്ഷേ ഇനിയിപ്പം അതും നടക്കില്ല. നോക്കട്ടെ, എന്നെങ്കിൽ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നാളത്തെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കണം. ഓക്കെ, എന്തുണ്ടായിരുന്നു മാച്ചുവിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയട്ടെ? നല്ല പരിപാടി. ഞാൻ ഫുഡിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് കുറച്ച് ടയേർഡായി, പക്ഷേ അടിപൊളിയായിരുന്നു. ഞാനും അതിൻ്റെ ഇടയിലൊന്ന് കയറി കളികൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പഠിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം വന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒന്നിനും മുന്നിട്ടിറങ്ങില്ലേ, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചാടി പുറപ്പെടും. എൻ്റെ ഒരു സ്വഭാവമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് പിന്നെ ട്രെയിനിങ് എല്ലാം മതിയാക്കി എല്ലാവരും കാർട്ട് ഓടിക്കാൻ വേണ്ടി പോയി. മാച്ചു ഫസ്റ്റ് ടൈമാണ് കാർട്ട് ഓടിക്കുന്നത് ഈ ഒരു ട്രാക്കിൽ വെച്ചിട്ട്. നമ്മൾ സാധാരണ മോളിലൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ട്രാക്കിൽ നിന്ന് ആദ്യമായിട്ട് ഓടിക്കുന്നതാണ്. സെക്ഷൻ കഴിഞ്ഞ് ഇനിയുള്ളത് നാളെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഹോട്ടലിലേക്ക് എത്തണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മളെ കൂടെ തന്നെ ഇവിടെ പ്രാക്ടീസിന് വന്ന ഒരാളുണ്ട്. അപ്പോൾ അവരെ വീട് അടുത്താണ്, നമ്മളെ ഹോട്ടലിൻ്റെ അടുത്താണ്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാറ്. അവിടെ നന്നായി, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടിയൊക്കെ കിട്ടിയത് വലിയ ബുദ്ധിമുട്ടാണ്. Night's young, it has just begun. As she puts her hand in mine, we wanna chase the night, wanna dance to the light. അടിപൊളി റൂമാണ് കേട്ടോ. നല്ല നീറ്റുണ്ട്. ബാത്റൂമും കൂടി ഒന്ന് നീറ്റ് നോക്കട്ടെ. യെസ്, നല്ല നീറ്റുള്ള ബാത്റൂമാണ്. എല്ലാം ഓക്കെ. ഇനി ഒന്ന് വേഗം ഫ്രഷ് ആയിട്ട് വേണം നടക്കാൻ പോകാൻ വേണ്ടി. മാച്ചു, നീ എന്താ അവിടെ വിളിച്ചേക്കുന്നത്? ഇങ്ങോട്ട് വാ. അങ്ങനെ ഗായ്സ് സ്കൂളിലെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി. ഞാൻ അടുത്ത പരിപാടി ഫുഡ് അടിക്കലാണ്. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ കോയമ്പത്തൂർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക്
പിന്നെ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. നാട്ടുകോഴി കിട്ടുന്നൊരു സ്ഥലം, നമ്മളെ പിന്നെ നാട്ടിലെ നാടൻ കോഴിക്ക് ഇവിടെ നാട്ടുകോഴി എന്നാണ് പറയല്. അപ്പം നാട്ടുകോഴി കിട്ടുന്ന ഒരു ധാബൻ്റെ അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ താഴെ എത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ അടുത്താണെങ്കിൽ അതൊന്ന് പോയി കഴിക്കണം. അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് നടന്നിട്ട് പിന്നെ കൊത്തു പൊറോട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവരെ സ്പെഷ്യൽ ഉണ്ടാവില്ല, അതെന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിക്കുന്നു. ഗൈസ്, നമ്മളിവിടെ താഴെ എത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് അയച്ചെന്ന ലൊക്കേഷനിലേക്ക് പിന്നെ ഏകദേശം 38 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂർ. ബൈക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് നടക്കൂല. അപ്പോൾ ഏതായാലും ഈ ഒരു ടൗണിൽ നടന്ന് നോക്കട്ടെ, എന്താന്ന് ഇവിടെ സ്പെഷ്യൽ ഉള്ളത് നോക്കിയിട്ട് അതേതായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷിറ എന്നോട് എന്താ പറയുന്നറിയാം, കോയമ്പത്തൂരല്ലേ അവരെ കൊത്തു പൊറോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്, പക്ഷെ ഇവിടെ കൊത്തു പൊറോട്ട ഉണ്ടോയെന്ന് അറിയില്ല. റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. എന്താ സ്പെഷ്യൽ എന്ന് കഴിക്കാൻ? भेलपुरी, मसालपुरी, पानीपुरी, नूडल्स, राइस, कालीदार, चिल्ली. കൊത്തു പൊറോട്ട ഇല്ലേ? എവിടെ കിടക്കും കൊത്തു പൊറോട്ട? അങ്ങേ ഹോട്ടലിന് പേര് A1. നമ്മൾ ഫസ്റ്റ് ഉണ്ട്. ആ ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് നമ്മളിതാ ഹോട്ടലിൽ തിരിച്ചെത്തി. ഇനി വേഗം കിടന്ന് ഉറങ്ങണം, കാരണം ഇന്നലത്തെ ഫുൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈകിട്ട് സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായത് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാം. കേൾക്കാൻ തുടങ്ങി. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.